ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി റോഡിലേക്ക് ഓടിയ കുഞ്ഞ് ബസ്സിന് മുൻപിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കോഴിക്കോട് കൊടിയത്തൂരിലാണ്. അതേ റോഡിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമിത വേഗതയും ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗുമാണ് മിക്ക അപകടങ്ങളുടെയും കാരണം. കോഴിക്കോട് കൊടിയത്തൂരിൽ ഒരു പിഞ്ചു കുഞ്ഞ് ബസ്സിന്റെ മുൻപിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന വീഡിയോ നമ്മൾ കണ്ടത് ഇന്നലെയാണ്. എന്നാൽ ഇതേ റോഡിൽ ഇതേ സ്ഥലത്ത് നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊന്ന് നമുക്ക് കാണാം. കൊടിയത്തൂരിലെ റോഡിൽ 2024 നവംബർ മാസത്തിൽ നടന്ന അപകടത്തിൻ്റെ ദൃശ്യമാണിത്. ഒരു സ്കൂട്ടർ റോഡിൽ നിന്ന് വലതുവശത്തേക്ക് എടുക്കുന്നു. എതിർദിശയിൽ നിന്ന് അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനത്തിന് ബ്രേക്ക് ചവിട്ടിയിട്ടും വേഗത കാരണം പിടിച്ചു നിർത്താനായില്ല. 2025 ജൂലൈ മാസത്തിൽ ഇതേ റോഡിൽ നടന്ന മറ്റൊരു അപകടത്തിൻ്റെ CCTV ദൃശ്യമാണിത്. ഒരു സ്ത്രീ പിറകിൽ കുഞ്ഞിനെ ഇരുത്തി റോഡിലേക്ക് വാഹനമെടുക്കുന്നു. ഇരുദിശകളിൽ നിന്നും വാഹനം വരുന്നത് ശ്രദ്ധിക്കുന്നേയില്ല. റോഡിലൂടെ എത്തിയ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് ഒരു സെക്കൻഡിൽ എതിർദിശയിലേക്ക് വാഹനം ഓടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം വലിയ അപകടം ഒഴിവായി. എതിർദിശയിൽ മറ്റൊരു വാഹനം വന്നിരുന്നുവെങ്കിൽ വലിയ അപകടത്തിന് ആ നാട് സാക്ഷിയാകുമായിരുന്നു. ഈ അത്ഭുതകരമായ രക്ഷപ്പെടൽ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മറ്റൊരു അപകടം ഇതേ സ്ഥലത്തുണ്ടായി. റോഡിൽ നിന്ന് ഒരു കാർ ഇടതുവശത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. അതേ ദിശയിൽ നിന്ന് ഇരുചക്ര വാഹനം തെറ്റായ ദിശയിലൂടെ കാറിനെ മറികടക്കാൻ ശ്രമിച്ചതും കാറിലിടിച്ച് നിലത്തു വീണു. സെപ്റ്റംബറിലും അപകടമുണ്ടായി. വാഹനം വരുന്നത് നോക്കാതെ ഒരു സ്ത്രീ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചു. അമിത വേഗതയിലെത്തിയ ഇരുചക്ര വാഹനം സ്ത്രീയെ ഇടിച്ചു തെറിപ്പിച്ചു. ഇരുചക്ര വാഹനം ഓടിച്ചയാൾക്കും സ്ത്രീക്കും പരിക്കുപറ്റി. ഒക്ടോബറിലുണ്ടായ അപകടം റോഡിലെ നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ട് തന്നെയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ സീബ്ര ലൈൻ മുറിച്ച് കടക്കുകയായിരുന്നു. സീബ്ര ലൈൻ കാണുമ്പോൾ വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ വേണം. അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ചു. ഡിസംബറിലുണ്ടായത് വലിയ അപകടമാണ്. വലതുവശത്തേക്കെടുത്ത ഓട്ടോറിക്ഷയിൽ അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനം ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇരുചക്ര വാഹനവും ഓടിച്ചയാളും റോഡിലുരസി കുറച്ചു ദൂരം മുന്നോട്ട് പോയി. ഇതേ റോഡിൽ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണ് ഇന്നലെ കണ്ടത്. അത്ഭുതകരമായ ആ കുഞ്ഞിൻ്റെ രക്ഷപ്പെടലിൽ പക്ഷേ ദൈവത്തിൻ്റെ കൈയുണ്ട്. നേരെയുള്ള റോഡ് കാണുമ്പോൾ ആക്സിലേറ്ററിൽ ഒന്ന് അമർത്തി ചവിട്ടാൻ തോന്നിയേക്കാം. വാഹനങ്ങൾ ചീറിപ്പായുകയാണെങ്കിൽ റോഡ് മുറിച്ചു കടക്കുന്നവരുണ്ടെന്നും എതിരെ മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടെന്ന ഓർമ്മയും വേണം. ഇല്ലെങ്കിൽ അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. എല്ലായ്പ്പോഴും ഈ കുഞ്ഞിൻ്റെ രക്ഷപ്പെടൽ പോലെ അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടാവണമെന്നുമില്ല. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്, ഓരോരുത്തരുമാണ്. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.